നിതിൻകാ, അപ്പൊ ഇത് ഇങ്ങനെ കൊണ്ടുപോകാതെ ഇങ്ങനെ എടുത്താണ് കൊണ്ടുപോയാൽ പോരെ, എന്തിനാ ഇങ്ങനെ ആക്കണേ? അതാണ് അധികം എല്ലാവരും നമ്മളോട് ചോദിക്കാം. റൈസ് ഇപ്പൊ ഇങ്ങനെ ഒരു 15 കരിക്കോ അല്ലെങ്കിൽ 10 കരിക്കോ ഇങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എത്ര സ്പേസ് നമ്മൾ ഇതിന് കളയണം? ഞാൻ സിംഗിൾ ആയിട്ട് ഫ്ലൈറ്റ് വിളിക്കേണ്ടി വരും. പിന്നെ അത് മാത്രല്ല, ഇങ്ങനെ ഇത് റോ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന് ഷെൽഫ് ലൈഫ് എത്ര ദിവസം കിട്ടും? ഇപ്പൊ വീട്ടിൽ തന്നെ 2 ദിവസം വെക്കാൻ കഴിയും. പിന്നെ അപ്പത്തി ഇത് വരും. ഇതിന്റെ ഇവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും പെട്ടെന്ന് തന്നെ കേടുവരാനുള്ള സാധ്യത പെട്ടെന്ന് കൂടുതൽ. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഷെല്ലൊക്കെ ഔട്ടർ ഷെല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ വെള്ളം മാത്രം നമ്മൾ എടുത്തിട്ട് പാക്ക് ചെയ്യുന്നു. അപ്പൊ ഈ പാക്ക് ചെയ്യുമ്പോ തന്നെ ഇതിന്റെ ഉള്ളിൽ ആകെ എത്ര ഈ വെള്ളം നമ്മൾ 200-250 ml ഇത് കറക്റ്റ് ഇതിന്റെ അത്രയും വെള്ളത്തിലുണ്ടാവും. നോർമലി ലെറ്റ്സ് ഇപ്പൊ ഒരു കരിക്കില 200-250 ml വ്യത്യാസം വന്നേക്കാം. നോർമലി 200 ml നമ്മൾ എന്ത് ചെയ്യും, ബോട്ടിൽ നമ്മൾ 200 ml. ഒരു ബാച്ച് വൈസ് തന്നെ ടേസ്റ്റ് ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഞാൻ ശ്രദ്ധിച്ചു. ഈ തോട്ടം ഇപ്പൊ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏകദേശം ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഇവിടെ കിട്ടുന്നതും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ചില ഏരിയയിൽ നിന്ന് വരുമ്പോൾ ചെറിയ ഡിഫറൻസ് എന്തായാലും വരുന്നുണ്ട്. അത് ഒറിജിനാലിറ്റിയാണ്. കാരണം അതിനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ന്യൂട്രലൈസ് ചെയ്യുന്നില്ല. അതായത് ഒരുമിച്ച് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ബാച്ച് വൈസ് നമ്മൾ ബാച്ച് ആയിട്ട് തന്നെ പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ബാച്ച് ആയിട്ട് തന്നെ എപ്പോഴും പാക്കിങ് ചെയ്യുന്നുണ്ടാവും.